Welcome to Aijen Hut, Easy English Session. I'm Manju Jose and we are going to study English together. Now there are some subjects which we will not be able to identify whether it is singular or plural. Singular ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ അല്പം ബുദ്ധിമുട്ടുള്ള ചില സബ്ജക്റ്റുകളുണ്ട്. അതെന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ക്രാക്ക് ഇറ്റ്. ബേസിക്കലി നമ്മൾ ഓർത്തിരിക്കുക, ഫോർ എ സിംഗിൾ സബ്ജക്റ്റ് വിൽ ബി യൂസിങ് എ സിംഗുലർ വെർബ് ആൻഡ് ഫോർ എ plural subject we'll be using a plural verb. When two or more singular subjects are joined together with the word and, we'll be using a plural verb. For example, John and Joe are playing in the ground. John is a singular verb. John is playing. Joe is playing. But when we say together, John and Joe, we'll be using are. John and Joe are playing in the playground. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ചില കോൺസെപ്റ്റ്, ചില വാക്കുകൾ, ചില സബ്ജക്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ, ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു യൂണിറ്റായിട്ട് ടുഗെദർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. സോ ടു ഓർ മോർ സബ്ജക്ട്സ് എക്സ്പ്രസ് ടുഗെദർ എ സിംഗിൾ ഐഡിയ. അത് അങ്ങനെ വരുമ്പോഴേക്കും നമ്മളത് സിംഗുലറായിട്ട് കണക്കാക്കും, ആൻഡ് ഉണ്ടെങ്കിൽ പോലും. ഫോർ എക്സാമ്പിൾ, ബ്രെഡ് ആൻഡ് ബട്ടർ is a delicious snack. is അവിടെ ബ്രെഡ് വേറാണ്, ബട്ടർ വേറാണ് എങ്കിൽ അത് ബ്രെഡ് ആൻഡ് ബട്ടർ ആർ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ബിക്കോസ് വി ആർ കൺസിഡറിങ് ഇറ്റ് ഇൻ ടു എ സിംഗിൾ കോൺസെപ്റ്റ്. ഒരു സിംഗിൾ ബ്രെഡും ബട്ടറും സെപ്പറേറ്റ് ചെയ്തല്ല നമ്മൾ കാണുന്നത്. വിൽ ബി കൺസിഡറിങ് ഇറ്റ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. സോ അങ്ങനെ നമ്മൾ വെൻ വി കൺസിഡർ സംതിങ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഓർ സംതിങ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ സിംഗുലർ ഐഡിയ, വിൽ ബി യൂസിങ് സിംഗുലർ വേർബ്. ക്ലിയർ അല്ലേ? So bread and butter is a good snack. അതുപോലെ Tom and Jerry is a good series. Tom വേറാണ്, ജെറി വേറാണ്. സോ ടോം ആൻഡ് ജെറി ആർ എന്ന് നമ്മൾ പറയില്ല. ഇനി സിമിലർലി നമ്മൾ പറയുവാണെങ്കിൽ ടൈറ്റിൽ ഓഫ് ബുക്സ് അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് മൂവീസ്, പ്ലേ, ഇതെല്ലാം വരുമ്പോഴും വിൽ ബി യൂസിങ് സിംഗുലർ വേർബ്. അതായത് ത്രീ ഇഡിയറ്റ്സ് പ്ലൂറൽ ആണല്ലോ എന്ന് വിചാരിച്ച് ത്രീ ഇഡിയറ്റ്സ് ആർ എ ഗുഡ് മൂവി എന്ന് നമ്മൾ പറയില്ല. വിൽ നോട്ട് സേ ദാറ്റ്, ബട്ട് വി സേ ത്രീ ഇഡിയറ്റ്സ് ഈസ് എ ഗുഡ് മൂവി. പിന്നെ ചില നൗണ് ഇറ്റ് ലുക്സ് ലൈക്ക് പ്ലൂറൽ ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി സിംഗുലർ. അങ്ങനെ വരുമ്പോഴും വിൽ ബി യൂസിങ് എ സിംഗുലർ നൗൺ. ഫോർ എക്സാമ്പിൾ, സബ്ജക്ട്സ് ലൈക്ക് മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ അത് പ്ലൂറലാണെന്ന് ചിന്തിക്കരുത്. ഫിസിക്സ്. സോ വെൻ വി സേ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇക്കണോമിക്സ്, നമ്മളത് പ്ലൂറലായിട്ട് ആറല്ല യൂസ് ചെയ്യുന്നത്, ഇസ്സാണ് അതിൻ്റെ ഒപ്പമെല്ലാം യൂസ് ചെയ്യുന്നത്. അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണുകൾ വരുമ്പോഴും സെയിം തന്നെ. ഫോർ എക്സാമ്പിൾ, ന്യൂസ്, ഫേർണിച്ചർ, ലഗേജ്, ഇതെല്ലാം പറയുമ്പോഴും വിൽ ബി യൂസിങ് ഇസ്. ആൻഡ് വിൽ ബി യൂസിങ് എ സിംഗുലർ വെർബ് ഫോർ എവറിബഡി, എനിബഡി, എനിവൺ, സംബഡി, ഓൾ ദീസ് വേർഡ്സ്. Somebody is talking there in the class? No, nobody. Is there anyone in the class? No. Everybody has gone. Slightly. അപ്പം നമ്മളതെല്ലാം സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് ജോയിൻഡ് യൂസിങ് either or neither nor, the verb agrees to the nearest subject. അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ the verb will carry a singular verb. അത് പ്ലൂറൽ ആണെങ്കിൽ verb will also will be plural. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. See the example. Neither Beatrice nor her brothers were there. See, neither Beatrice nor her brothers എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. സോ were there. ഞാൻ നമ്മൾ തിരിച്ചാ പറയുന്നതെങ്കിലോ, neither her brothers nor Beatrice was there. കിട്ടിയില്ലേ? സോ വേർബിന് വളരെ അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മളുടെ വേർബ് സിംഗുലർ ആയിരിക്കും. അത് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറലായിരിക്കും. നൈദർ നോർ, ഐദർ ഓർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദ വേർഡ്സ് ജോയിൻ ടു ദ സിംഗുലർ സബ്ജക്റ്റ് യൂസിങ് വിത്ത് ഓർ ആസ് വെൽ ആസ്. Those are parenthetical. With and as well as it's parenthetical, so it will be considered as singular. ഒരു വേർഡിൻ്റെ, ഒരു സബ്ജക്റ്റിൻ്റെ ഒപ്പം
വിത്ത് അല്ലെങ്കിൽ ആസ് വെൽ ആസ് ഒക്കെ യൂസ് ചെയ്ത് വരുവാണെങ്കിൽ ഈ വിത്തും ആസ് വെൽ ആസിൻ്റെ ഒപ്പം വരുന്ന സെൻറ്റൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ മെൻ്റലി സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് നോക്കുക. സോ വിൽ ബി ഗെറ്റിംഗ് ദ ആക്ച്വൽ വേർബ്. ഫോർ എക്സാമ്പിൾ, പ്രൈം മിനിസ്റ്റർ വിത്ത് ഹിസ് ക്യാബിനറ്റ് കൊളീഗ്സ് ഈസ് സപ്പോസ് ടു ബി പ്രസൻറ്റ്. സോ വിത്ത് ഹിസ് ക്യാബിനറ്റ് കൊളീഗ്സ് എന്നുള്ളത് അത് നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയുക. അത് ആ ഫ്രേസ് എക്സ്ട്രാ ആണ്, അത് ഇതിൻ്റെ ഒപ്പം വരേണ്ടതല്ല. ഇതിന് മെയിൻ ആയിട്ടുള്ള ആരാണ്? പ്രൈം മിനിസ്റ്റർ. ദാറ്റ് സിംഗുലർ. സോ പ്രൈം മിനിസ്റ്റർ വിത്ത് ഹിസ് ക്യാബിനറ്റ് കൊളീഗ്സ് ഈസ് സപ്പോസ് ടു ബി പ്രസൻറ്റ്. മനസ്സിലായോ? another എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിസ ആസ് വെൽ ആസ് രേഖ ഈസ് പ്രസൻറ്റ്. നിസ ഇസ് പ്രസൻറ്റ്, രേഖ ഇസ് പ്രസൻറ്റ്. നിസ ആസ് വെൽ ആസ് രേഖ ആരല്ലേ യൂസ് ചെയ്യുന്നത്? അഗൈൻ വിൽ ബി യൂസിങ് ഇസ്. ആസ് വെൽ ആസ് രേഖ എന്നുള്ളത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. സോ മെൻ്റലി സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് നോക്കുക. സോ വിൽ ഗെറ്റ് നിസ ഇസ് പ്രസൻറ്റ്. സോ നിസ ആസ് വെൽ ആസ് രേഖ ഇസ് പ്രസൻറ്റ്. another example, my friends as well as our teacher are going abroad. ഈ സെൻറ്റൻസ് തിരിച്ചാണെങ്കിലോ, our teacher as well as my friends is going abroad. മനസ്സിലായോ? The next thing is when the plural noun comes between a singular subject and its verb, the verb agrees with the singular subject. For example, each of the apples is juicy, or apples are juicy, but each of the apples is juicy. Neither of the men was a thief. ഇനി collective noun കാര്യത്തിലാണെങ്കിൽ, collective noun is thought as a singular verb and the collection is taken as a singular unit. For example, the cartel of oil supplying companies has submitted its report. അവിടെ നമ്മൾ ഓയിൽ സപ്ലൈയിങ് കമ്പനീസ് എല്ലാം ഒന്നിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഒത്തൊരുമ കാണിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്, അല്ലെങ്കിൽ കൺസിഡർഡ് ആസ് വൺ ഹോൾ ആണെങ്കിൽ നമ്മൾ അവിടെ സിംഗുലർ യൂസ് ചെയ്യും. ബട്ട് ഇഫ് ദേ ആർ നോട്ട് എഗ്രീയിങ് ടുഗെദർ, അവർ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ, അപ്പം അവിടെ ഡിസഗ്രിമെൻറ്റ് വലുതാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ടാണ് സ്ട്രെസ് ചെയ്യപ്പെടുന്നതെങ്കിൽ, വെൻ ദ കളക്റ്റീവ് നൗൺ ഇസ് സ്ട്രെസ്ഡ് ഇൻഡിവിജ്വലി, ദെൻ വിൽ ഗോ ഇറ്റ് ഫോർ ദ പ്ലൂറൽ വേർബ്. അപ്പം എങ്ങനെ വരും നോക്കാം. ദ കാർട്ടൽ ഓഫ് ഓയിൽ സപ്ലൈയിങ് കമ്പനീസ് ആർ ഡിവൈഡഡ് ഓവർ ദ ഇഷ്യൂ. ഇവിടെ ഡിവൈഡായി അവർ ഇൻഡിവിജ്വലായിട്ട് മാറി. അപ്പോൾ നമ്മൾ അവരെ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആർ യൂസ് ചെയ്യുന്നു. ബട്ട് ഏർലിയർ cartel of oil supplying countries has എന്ന് പറഞ്ഞു, because we have considered it as one whole unit. Clear അല്ലേ? എന്നിരുന്നാലും plural nouns if it is considered as a collective unit, we will be using singular. മറ്റൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, just like is United Nation an effective body for world peace. ഇനി the word none is actually a singular, but it takes the plural or singular according to the sense in the sentence. For example, none were given a chance to speak. None were given a chance to speak. Another example, Subin has asked for a maid but none was available. സെൻറ്റൻസിലെ സെൻസ് എങ്ങനെയാണ്? സെൻറ്റൻസിലെ അർത്ഥം അറിഞ്ഞു വേണം നമ്മൾ നൺ യൂസ് ചെയ്യാൻ. നണ്ണിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ടതുണ്ട്. സെൻറ്റൻസിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞു വേണം നമ്മൾ നൺ അവിടെ യൂസ് ചെയ്യാനായിട്ട്. സുബിൻ ആസ്ക്ഡ് ഫോർ എ മെയ്ഡ് ബട്ട് നൺ വാസ് അവൈലബിൾ എന്ന് നമ്മൾ പറയുന്നു. വേറാസ് നൺ were given an opportunity to speak. The next one is, ഇത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? സിസേഴ്സ്. സിസേഴ്സ് ഇത് ഒരൊറ്റ യൂണിറ്റേ ഉള്ളൂ, ബട്ട് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് പ്ലൂറൽ. മറ്റ് നൗൺസ് ആയ പാൻസ്, ട്രൗസേഴ്സ്, ജീൻസ്, ഷൂസ്, പോലീസ്, ഓൾ ദീസ് ആർ കൺസിഡർഡ് ആസ് പ്ലൂറൽ. അതെപ്പോഴും പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി ഷൂസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ദ ഷൂസ് ആർ ഷൈനി എന്ന് പറഞ്ഞേക്കാം. ബട്ട് വെൻ വി സേ a pair of shoes, we'll be using singular verb. Just like a pair of branded shoes is very expensive. Your shoes are very glossy, your shoes are very shiny. A pair of shoes is very expensive. Clear? സോ നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ദ റൂൾസ് കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അഗൈൻ ഇഫ് യു ലൈക്ക് ദ വീഡിയോ കൈൻഡ്ലി പ്രസ് ദ ലൈക്ക് ബട്ടൺ. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ദ ചാനൽ നൗ ആൻഡ് എനേബിൾ ദ ഓൾ ബട്ടൺ. So we'll meet in another video with another topic. Till then, bye-bye.